ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ, കേക്കാണ്, മാംഗോ കേക്കാണ്. നമ്മുടെ മാങ്ങ വെച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 മാങ്ങ ഇതേ കൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഈ അരച്ച മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റായി കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. ഇനി ഇതേ അടുപ്പിലേക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, 2 സ്പൂണ് പാൽപ്പൊടിയും. ഇതെല്ലാം കൂടെ ഒന്ന് ഒരു അരിപ്പയ്ക്കകത്തിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് 2 മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നമുക്ക് മിക്സിക്കകത്ത് വേണമെങ്കിലും അടിച്ചെടുക്കാം. നല്ല പതഞ്ഞ് വരുന്ന പരുവത്തിന് വരെ നമ്മളിത് അടിക്കണം. നല്ലവണ്ണം പതയണം, അതുവരെ നമ്മളിത് അടിച്ചു കൊടുക്കണം. നമ്മളുടെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് 1/4 കപ്പ് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, മറ്റേതെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല രീതിയിൽ പതയാവുന്നവരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഏകദേശം 1/4 കപ്പോളം പാലിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയാണ്. അതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ പകുതിയും പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്കൊരു 1/2 സ്പൂണ് വാനില എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എല്ലാ സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം മൈദാമാവ് ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് ബാക്കി വരുന്ന മൈദാമാവ് നമുക്ക് കളയാവുന്നതാണെങ്കിൽ നമുക്ക് കേക്ക് പെട്ടെന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ടാക്കാനുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുത്തെങ്കിലേ എയർ ബബിൾസൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30-35 മിനിറ്റ് വരെ കുക്ക് ചെയ്യുക. 30 മിനിറ്റ് ആകുമ്പോൾ നമ്മളിത് നോക്കണം റെഡി ആയിട്ടുണ്ടോ എന്ന്. ഞാനിതിപ്പോൾ വെച്ച് 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കുകയാണ്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോ വെച്ചോ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ നമ്മുടെ മാവ് അതിൽ വരുന്നില്ല എങ്കിൽ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് ആറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് വിടുവിച്ച് കൊടുക്കുക. എളുപ്പം തന്നെ ഇത് വിട്ട് കിട്ടും. നമ്മൾ പൊടി ചേർത്തത് കൊണ്ട് നന്നായിട്ട് വിട്ട് കിട്ടും. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുകയാണ് ഞാൻ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ ബാക്കിയുള്ളത് തേച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് ഇങ്ങനെ തേച്ച് കൊടുത്ത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഞാനല്ലാതെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നൊരു ചോക്ലേറ്റ് സിറപ്പും കൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു കേക്ക് അല്ലാതെ നമ്മുടെ വൈറ്റ് ക്രീമും കൊണ്ടും ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് ചോക്ലേറ്റ് സിറപ്പും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. വൈറ്റ് ക്രീമും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
എല്ലാവർക്കും നമ്മളുടെ കേക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.